നമസ്കാരം. നാട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. കലാകാരൻ്റെ അകക്കണ്ണിൻ്റെ വെളിച്ചം തന്നെയാണ് വളർച്ചയുടെ പടവുകൾ. അനവധി സിനിമയിൽ നിറമാടിയ ചുറ്റുവട്ടത്തിന് നേരിൻ്റെ വഴികാട്ടാൻ കവിതകളും നാടകങ്ങളും കഥകളും രചിച്ച് സഹജീവികളുടെ നന്മ മാത്രം കണ്ട അനവധി സാഹിത്യകാരന്മാരോടൊപ്പം തന്നെയാണ് എൻ ഗോപാലൻ്റെയും സ്ഥാനം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സാമൂഹ്യ പ്രവർത്തകനായി പൊതുജീവിതം ആരംഭിച്ച എൻ ഗോപാലൻ ചുറ്റുവട്ടത്തിൻ്റെ തിന്മകൾക്കെതിരെ തൂലിക ചലിപ്പിച്ച എഴുത്തുകാരൻ തന്നെയാണ്. കഥയും കവിതയും നോവലുകളുമായി 9ഓളം പുസ്തകങ്ങൾ രചിച്ച എൻ ഗോപാലൻ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരത്തിനടുത്ത് ചെമ്മരവൽ സ്വദേശിയാണ്. ഇദ്ദേഹത്തിലൂടെയാണ് ഇന്നത്തെ നാട്ടുവിശേഷം. വന്ദനം സനാതനാനുക്ഷണ വികസ്വര സുന്ദര പ്രപഞ്ചാധികന്ധമാം പ്രഭാവമേ, നിന്നിൽ ഞാൻ വിടരുന്നു, നിന്നിൽ ഞാൻ വികസിപ്പൂ, നിൻ നിസർഗാവിഷ്കാരക ഉതുകമനാദ്യന്തം. സ്വന്തം അറിവുകൾ ചുറ്റുവട്ടത്തിന് പകർന്നു നൽകുന്നവനും അതുപോലെ തന്നെ സ്വന്തം ദുഃഖങ്ങൾക്കപ്പുറം സഹജീവികളുടെ ദുഃഖങ്ങളിൽ വേദനിക്കുന്നവനും തന്നെ കലാകാരൻ. ഇവിടെ ഇതിൻ്റെയെല്ലാം മൂർത്തിരൂപം തന്നെ എൻ ഗോപാലൻ എന്ന കവിയും കഥാകൃത്തും. തീർന്നില്ല, സാമൂഹ്യ പ്രവർത്തകൻ, സംഘാടകൻ, ഇങ്ങനെ സമൂഹത്തിന്റെ ദൈനംദിനത്തിൽ നിരന്തരം ഇറങ്ങി സഹജീവികളുടെ ജീവിതത്തിന് വഴിയും വെളിച്ചവും തന്നെ ഇദ്ദേഹം. കണ്ണപുരം വീവേഴ്സ് സൊസൈറ്റിയിൽ ക്ലർക്കായി ജീവിതം ആരംഭിച്ച ഗോപാലൻ തൻ്റെ ഇച്ഛയിലൂടെ ഹിന്ദി പഠിച്ച് സ്കൂൾ മാഷായി തീരുകയായിരുന്നു. 64 ഞാൻ കണ്ണപുരം വീവേഴ്സ് സൊസൈറ്റിയിലൊരു ക്ലർക്കായിട്ട് തൽക്കാലം പ്രവർത്തിക്കാൻ തുടങ്ങി. ആ പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് രാവിലെ പോയിട്ട് ഹിന്ദി ക്ലാസ്സിന് പോകും. രാവിലെ ചെറുന്നന്ന് കുഞ്ഞിരാം മാഷ്, ഈ ലങ്കമ്മഴത്തിൽ കുഞ്ഞിരാം മാഷ് അവിടെ ഹിന്ദി ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഹിന്ദി ക്ലാസ്സിൽ പോയതിന് ശേഷമാണ് ഞാൻ കണ്ണപുരം വീവേഴ്സ് സൊസൈറ്റിയിൽ വന്നിരുന്നത്. അങ്ങനെ അവസാനം പഠിച്ചു. എന്നിട്ട് രാഷ്ട്രഭാഷ ഹിന്ദി പ്രവീൺ പാസ്സായി. ആ പാസ്സായതിന് ശേഷം ഒരു കേരളത്തിലൊട്ടാകെയുള്ള ഒരു 2000ഓളം ആൾക്കാർ പരീക്ഷയ്ക്ക് ഇരുത്തിക്കൊണ്ട് തൃശ്ശൂരിൽ വെച്ച്, തൃശ്ശൂരും തിരുവനന്തപുരത്തുമായിട്ട് 2 പരീക്ഷ. ഞാൻ തൃശ്ശൂരാണ് പരീക്ഷ എഴുതാൻ പോയത്. അവരെ അതിൽ 140 ആളെ തിരഞ്ഞെടുത്തു. അതിൽ എനിക്ക് ഒരു ചാൻസ് കിട്ടി. അങ്ങനെ ഹിന്ദി ട്രെയിനിങ് കോളേജിൽ പഠിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഹിന്ദി ട്രെയിനിങ് കോളേജിൻ്റെ ആ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ ജോലിയെല്ലാം കിട്ടിയത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കഥയോടും കവിതയോടും ഏറെ പ്രിയം തോന്നിയ ഇദ്ദേഹം കിട്ടാവുന്ന പുസ്തകങ്ങൾ എന്തും വായിക്കുമായിരുന്നു. ഈ പരന്ന വായനയിലൂടെ തൻ്റെ ചിന്തകളെ കൂട്ടിയിണക്കി ആ കാലത്ത് ചെറിയ ചെറിയ കവിതകൾ എഴുതുമായിരുന്നു. ഇതെല്ലാം മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ചു വന്നപ്പോൾ ഇതിൽ ഏറെ ശ്രദ്ധിക്കാനും കഴിഞ്ഞു. ഇതിലൂടെ സാംസ്കാരിക ലോകത്ത് ഒരു നല്ല കവിയെയും കഥാകൃത്തിനെയും നോവലിസ്റ്റിനെയും തന്നെയാണ് നേടിത്തന്നതും. നെയ്ഭരണി എന്ന പേരിൽ ഒരു കവിത എൻ്റെ ഒരു സമാഹാരത്തിൽ ചേർത്തിട്ടുണ്ട്. ആ അത് അനുജത്തിയുടെ കയ്യിൽ നിന്ന് തട്ടിയിട്ട് ആ ഭരണി പൊട്ടിപ്പോയിട്ട് അനുജത്തി കരയുന്നതും, ആ അവസരത്തിൽ ഇതിനേക്കാളും വലിയ ഭരണി നമുക്ക് വാങ്ങാൻ, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അനുജത്തിനെ സമാധാനിപ്പിക്കുന്ന ഒരു ഇതാണ് ആ കവിതയിൽ ചേർത്തിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നീട് എടക്കേപ്പുറം സ്കൂളിൽ യു പി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ കലാവല്ലരി എന്ന കയ്യെഴുത്ത് മാസിക പ്രസിദ്ധീകരിച്ചത്. അത് ഈ
മുട്ടയ്ക്കൽ സ്കൂളിലെ പി ശ്രീധരൻ മാഷ് ഇവിടെ ഉത്സാഹത്തിൽ സംഘടിപ്പിച്ചതാണ്. അതിലാണ് എൻ്റെ ആദ്യത്തെ കവിത, കേരളം എന്ന് പറഞ്ഞൊരു കവിത അതിലാണ് ആദ്യമായി വന്നത്. ആ കേരളം എന്ന കവിതക്കാണ് ഈ താക്കർ ബാപ്പ സാധനത്തിൽ കൊണ്ട് കാണിച്ചിട്ട് അവർ സമ്മാനം തന്നത്. അന്ന് ചങ്ങമ്പുഴ ശ്രീകുമാറാണ് സമ്മാനം തന്നത്. അതേ കവിത ഞാൻ അന്ന് മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പിൽ സാഹിതി സവരി എഴുതുന്ന NN കോയിത്തട്ട മാഷ് ഉണ്ടായിരുന്നു, ഒരു തലശ്ശേരിയുള്ള എൻ കോയിത്തട്ട മാഷ്. ആ കോയിത്തട്ട മാഷ് കാണിച്ചു. അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, സ്വന്തമായി എഴുതിയതാണെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ക്ലാസ്സിൽ വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ കവിത. ഇത് 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ ചന്ദ്രോദയം എന്ന കവിത മാഷ് വിഷയം തന്നിട്ടാണ് എഴുതിപ്പിച്ചത്. ആ കവിത അതാണ് ഒന്നാമതായി പ്രസിദ്ധീകരിച്ച കവിത. കണ്ണൂരിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന, അന്ന് PBK നെടുങ്ങാടിയായിരുന്നു അതിൻ്റെ പത്രാധിപര്. ആ കവിത ഒന്നാമതായി പ്രസിദ്ധീകരിച്ചു വന്നത്. രണ്ടാമത്തെ കവിത ദേശമിത്രം ആഴ്ചപ്പതിപ്പിലാണത് വന്നത്. രണ്ടാമത്തെ കവിത മദ്രാസിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ജയകേരളത്തിലാണ് വന്നത്. ഓണത്തെക്കുറിച്ചുള്ളൊരു കവിതയാണ് രണ്ടാമത് വന്നത്. അതിനുശേഷം ജനയുഗം, പിന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, പിന്നെ ദേശാഭിമാനി വാരിക, ദേശാഭിമാനി ഞായറാഴ്ച പതിപ്പ്, പിന്നെ മലയാള എക്സ്പ്രസിൻ്റെ ഞായറാഴ്ച പതിപ്പ്, പിന്നെ കണ്ണൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സോപാനം എന്ന പ്രസിദ്ധീകരണം, പിന്നെ ചന്ദ്രിക, പിന്നെ ചിത്രകൗമുദി, പടയണി, അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളിലെല്ലാം തുടർച്ചയായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. ഏകദേശം ഒരു 100ഓളം കവിതകൾ ഇതിലെല്ലാം ആയിട്ട് വന്നിട്ടുണ്ടാകും. ഇതിനെല്ലാം ഊർജമായത് ബാലസംഘം പ്രവർത്തനത്തിന്റെ ശക്തി തന്നെ. കുട്ടികളുടെ കൂട്ടായ്മയിൽ അവരെ നേരെ നടത്തിക്കാൻ, അവന്റെ ബോധങ്ങളിൽ നന്മയുടെ അംശങ്ങൾ പകർന്നു നൽകാൻ കഴിയുന്ന ചെറിയ ചെറിയ പാട്ടുകളും കഥകളും തീർക്കും. ഇതിലൂടെ ചെറിയ ബോധങ്ങളെ തൊട്ടുണർത്താനും അവനെ സമൂഹത്തിന്റെ ഭാഗമാക്കുവാൻ പ്രാപ്തനാക്കുകയും ചെയ്യും. ഇതുതന്നെയാണ് N. ഗോപാലൻ എന്ന എഴുത്തുകാരനെ കരുത്തനാക്കിയതും. നിരന്തരം സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുകയും ചുറ്റുപാടിന്റെ ദുരന്തങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ചുറ്റുവട്ടത്തിന് പകർന്നു നൽകുക തന്നെയായിരുന്നു. എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഒരു സാമൂഹ്യ ജീവിതം തന്നെ N. ഗോപാലൻ്റേത്. ആധുനികതയുടെ ഉയരങ്ങൾ നാം ഇന്ന് കീഴടക്കിയതും അനവധി കലാകാരന്മാരുടെയും ചിന്തകന്മാരുടെയും അക്ഷീണ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ. ഒരു കാലത്ത് നടമാടിയ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അടിമത്വത്തെയും ചോദ്യം ചെയ്യുവാനും ഇതിനെതിരെ പ്രതിഷേധിക്കുവാനും മനുഷ്യന്റെ ചിന്തകളിൽ തീപ്പന്തങ്ങളാകുവാൻ ആ കാലത്തെ കവിതകൾക്കും കഥകൾക്കും മറ്റ് അനുബന്ധ കലാസൃഷ്ടികൾക്കും കഴിഞ്ഞതുകൊണ്ടുതന്നെ ഇവിടെ വളർച്ചയുടെ ഓരോ പടവുകളിലും ചിതറി വീണത് കലാകാരന്റെ ചിതറിയ മനസ്സു തന്നെ. എന്നാൽ ഇന്ന് ആധുനികതയുടെ മുഖം മൂടിയിട്ട അന്ധതയും അജ്ഞതയും കാപട്യങ്ങളും കൊള്ളകളും പുതിയ രൂപങ്ങൾ തീർത്ത് സമൂഹത്തിന്റെ നന്മകളെ ചോർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കുവാനും സമൂഹത്തിന്റെ വളർച്ചകൾ മാത്രം സ്വപ്നം കണ്ട് തന്റെ ജീവിതം തന്നെ ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നു N. ഗോപാലൻ എന്ന എഴുത്തുകാരൻ.
ഇന്ന് 68-ലെത്തി നിൽക്കുമ്പോൾ 5ഓളം കവിതാ സമാഹാരങ്ങളും ഒരു ചെറുകഥാ സമാഹാരവും ഉൾപ്പെടെ 9ഓളം പുസ്തകങ്ങൾ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ കാഴ്ചക്കുറവ് കാരണം നീണ്ട 5 വർഷം എല്ലാത്തിനും വിട നൽകിയിരുന്നുവെങ്കിലും വീണ്ടും ഈ രംഗത്ത് സജീവമാകുവാൻ 2 നോവലിന്റെ പണിപ്പുരയിൽ തന്നെ എൻ ഗോപാലൻ മാഷ്. എഴുത്തിനെ പോലെ തന്നെ തന്റെ സ്കൂളിലെ കുട്ടികൾക്കും താൻ പഠിപ്പിക്കുന്ന ഹിന്ദിയെക്കുറിച്ച് അറിവ് കൊടുക്കുവാൻ ഈ അധ്യാപകന് കഴിഞ്ഞതുകൊണ്ടുതന്നെ അനവധി ശിഷ്യസമ്പത്തിന്റെ ഉടമ കൂടിയാണ് ഇദ്ദേഹം. പാപ്പിനിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് 28 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച് മുഴുവൻ സമയവും സാഹിത്യത്തിനായി മാറ്റിവെച്ചു. കർഷക കുടുംബാംഗമായ കോരന്റെയും പൈതലിന്റെയും മകനായി ജനിച്ച ഗോപാലൻ അറിഞ്ഞത് തികഞ്ഞ ദാരിദ്ര്യം തന്നെയായിരുന്നു. തന്റെ സഹോദരങ്ങളെയും കുടുംബത്തെയും പോറ്റാൻ അച്ഛൻ പെടുന്ന പാടുകൾ. ഇതിന്റെ എല്ലാം ഇടയിലും പ്രാഥമിക വിദ്യാഭ്യാസത്തിലും ഗോപാലൻ എന്ന കുട്ടി മികച്ചു നിന്നു. അച്ഛന്റെ നാടായ കണ്ണൂർ ജില്ലയിലെ കാനൂലിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇതിന്റെ ഇടയിൽ അച്ഛന്റെ ആകസ്മിക മരണം. ഇവിടെ തളർന്നത് ഗോപാലന്റെ കുടുംബത്തിന്റെ ശക്തിയും ഓജസ്സും തന്നെയായിരുന്നു. തനിക്ക് പിറകെ 4 സഹോദരിമാർ. കുടുംബത്തിന്റെ ഭാരം ഗോപാലനെ കണ്ണപുരം വിവേഴ്സിലെ ക്ലർക്കായി മാറ്റി. ഇതിന്റെ ഇടയിലും സാമൂഹ്യ പ്രവർത്തനം സജീവമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് തനിക്ക് നേരിട്ട ദുരന്തങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ചുറ്റുവട്ടത്തിന്റെ സഹവർത്തിത്വം എത്രയേറെ ഓരോ മനുഷ്യനും ഗുണം ചെയ്യുന്നു. ചെറുപ്പത്തിൽ ഞാൻ കാനൂല. ജനിച്ചത് ഇവിടെ കണ്ണവരം തന്നെ, അമ്മേരെ വീട് കണ്ണവരാണ്, പിന്നെ അച്ഛൻ്റെ വീട് കാനൂലാണ്. അപ്പോൾ ജനിച്ചത് ഇവിടെയാണ്, പക്ഷേ ചെറുപ്പത്തിൽ വളർന്നത് കാനൂലിലാണ്. അപ്പോൾ കാനൂലിലവിടെ ഒരു ഗുരുനാഥൻ്റെ സ്ഥലത്ത് ആണ് അരിയിലെഴുതാൻ പോയത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബക്കളത്തൊരു ഒരു സ്ഥാപനമില്ലേ, ഒരു സ്മാരകം ഗുരുനാഥൻ്റെ. ആ ഗുരുനാഥൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഇങ്ങനെ അരിയിൽ ഇത് പോയത്.
കണ്ണംകുരിക്കൽ. ആദ്യക്ഷരം അവിടെ നിന്നാണ് പഠിച്ചത്. എന്നിട്ട് പിന്നീട് കാനൂരിലെ സ്കൂളിൽ, കുന്നും ചെരുവിലൊരു സ്കൂളുണ്ട് കാനൂരിൽ, ആ സ്കൂളിലാണ് കുറച്ച് നാൾ പോയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരപകടത്തിൽ എന്ന് പറഞ്ഞാൽ പുളിയുടെ മേലെ നിന്ന് വീണിട്ട് അച്ഛൻ മരിച്ചു. അപ്പോൾ അങ്ങനെ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ എൻ്റെ 4 പെങ്ങന്മാരും ഞാനും അമ്മയും ഇവിടെ ഇടക്കേപ്പുറത്തേക്ക് വന്നു, അമ്മാവിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ അമ്മാവിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പിന്നീട് സ്കൂളിലേക്ക് പോയത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. കൂട്ടുകൂടുവാനോ സഹജീവികളുമൊത്ത് അല്പസമയം ഇരിക്കുവാനോ ആർക്കും സമയമില്ലാതായിരിക്കുന്നു. തൻ്റെ കുടുംബം എന്ന ഒറ്റ ചിന്തയിൽ സമൂഹത്തെയോ ചുറ്റുപാടിനെയോ അറിയാത്ത ഒരു തലമുറ ഇവിടെ പിറന്നു വീഴുന്നു. അതുകൊണ്ട് തന്നെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും താങ്ങുവാൻ കഴിയാതെ കൂട്ട ആത്മഹത്യകളിൽ കലാശിക്കുന്നത്. ഇവിടെയാണ് ഗോപാലൻ മാഷെ പോലെയുള്ളവരുടെ പ്രാധാന്യവും. നിരന്തരം സമൂഹത്തിൽ ഇറങ്ങി നിന്ന് സമൂഹത്തിനു വേണ്ടി ദുരന്തങ്ങളെ നോക്കി സഹജീവികളെ നിങ്ങൾ തെറ്റിലേക്ക് പോകരുത് എന്ന് കവിതകളിലും കഥകളിലും സമർത്ഥിക്കുന്നത്. താൻ സഞ്ചരിച്ച വഴികളിലെല്ലാം തന്നെ തൻ്റെതായ ഒരിടം കണ്ടെത്താൻ ഈ എഴുത്തുകാരന് കഴിഞ്ഞത് അർപ്പണബോധത്തോടെ സമൂഹത്തിന്റെ ദിനചര്യകളിൽ മുഴുകിയതുകൊണ്ട് തന്നെ. ഇന്ന് താൻ പഠിപ്പിച്ച കുട്ടികൾ ഉയർന്ന നിലയിൽ എത്തി മാഷെ കാണാൻ വരുമ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ തൻ്റെ പ്രവൃത്തിയും മാഷ് വിലയിരുത്തുന്നു. വളരെ താഴ്ന്ന തലത്തിൽ നിന്നും ജീവിതത്തിന്റെ പച്ചരാജിയിലേക്ക് കടന്നു കയറാൻ ഗോപാലൻ എന്ന മനുഷ്യൻ അനുഭവിച്ച നോവ് അത് തന്നെയാണ് വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനശിലയും. ഇതെല്ലാം താൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കഥകളായി പറഞ്ഞു കൊടുത്തത് ജീവിതത്തിൽ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങൾ ധീരമായി നേരിടാൻ തന്നെയാണ്. അത് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. ഇവിടെ അധ്യാപകന്റെയും കവിയുടെയും സംഘാടകന്റെയും എല്ലാം കൂടിയുള്ള സൃഷ്ടി തന്നെ. ഈ ഒരു അവസ്ഥകളെല്ലാം തന്നെ തൻ്റെ ഓരോ സാഹിത്യ സൃഷ്ടികളിലും നിറഞ്ഞു നിൽക്കുന്നതും കാണാം. ഇതിലും ഏറെ പ്രത്യേകത ഓരോ കവിതകൾ പിറക്കുന്നതും പെട്ടെന്ന്, അതും അതേക്കുറിച്ച് ആലോചിച്ചോ മുൻ തീരുമാനത്തിലോ അല്ല. ഒന്നുമല്ലാതെ ചെറിയ ചെറിയ വിഷയങ്ങളിലൂടെ വലിയ വലിയ കവിതകൾ തന്നെയാണ് പിറന്നു വീഴുന്നത്. ഇത് എൻ ഗോപാലന്റെ ഒരു പ്രത്യേകത തന്നെ. ചിലപ്പോൾ ബസ് യാത്രയിലാവും എഴുത്ത്, അല്ലെങ്കിൽ വെറുതെ നടക്കുമ്പോഴാകും. ഇങ്ങനെ തൻ്റെ രചനാരീതി തന്നെ വേറിട്ട് നിർത്തിയിരിക്കുന്നു ഈ സാഹിത്യകാരൻ. ഒരു ഇന്ത്യൻ പര്യടനം, ഹിന്ദി ട്രെയിനിങ് കോളേജിൽ പോയ വകയിൽ ഒരു ഇന്ത്യൻ പര്യടനം കിട്ടി. ഒരു 10-20 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പര്യടനം. അതിൽ മൈസൂർ, ബാംഗ്ലൂർ, മദ്രാസ്, ഡൽഹി, ആഗ്ര, ഋഷികേശ്, ഹരിദ്വാർ, പിന്നെ മഥുര, പിന്നെ ഗോകുലം, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ, സംഗമസ്ഥാനം, കാശി, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ പോയി കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടി. അന്ന് അത് അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ പിന്നെ ആ ഒരു യാത്രയുടെ അനുഭവത്തിൽ ചില കവിതകൾ എഴുതി. ഒന്ന് ഗംഗ യമുന സംഗമതീരെ, പിന്നെ ഋഷികേശിൽ, ആഗ്ര ഫോർട്ടിൽ, പിന്നെ അങ്ങനെ ഒരു 5-6 കവിതകൾ എഴുതാൻ വേണ്ടിയിട്ട് സാധിച്ചു. ആ കവിതകളിലും പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കർഷകരും സാധാരണക്കാരുമായിരുന്നു ഗോപാലന്റെ കൂട്ടുകാർ. ഇത് തൻ്റെ ജീവിത വിജയം. ഇങ്ങനെയെല്ലാം പാകപ്പെട്ട മനസ്സിൽ ദാരിദ്ര്യത്തിന്റെയും നിരാശയുടെയും അടിച്ചമർത്തലിന്റെയും അല്ലാതെ ഒരു വിലാപമുണ്ടാവില്ല. ഇവിടെ തൻ്റെ തൂലിക ചലിപ്പിച്ചത് മുഴുവൻ ഗൗരവമുള്ള കാര്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുവാനും വേണ്ടി തന്നെ. ഇങ്ങനെയെല്ലാം ഓടി നടന്ന ഗോപാലൻ മാഷെ ശാരീരിക അസ്വാസ്ഥ്യം 5 വർഷം വീടിന്റെ അകത്തളങ്ങളിൽ തളച്ചിട്ടു. ചുറുചുറുക്കുള്ള മനസ്സ് ഇതെല്ലാം തട്ടിയെറിയുക തന്നെയാണ്. ഈ കാലയളവിൽ 2 നോവലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ കണ്ണപുരം ചെമ്മരവയലിലെ വീട്ടിൽ ഭാര്യ സുലോചന ടീച്ചറും 2 മക്കളുമായി കുടുംബത്തിന്റെ കവിതയിൽ ലയിക്കുമ്പോൾ കലാലോകത്തിന് അമൂല്യമായ അനവധി കൃതിക്ക് വേണ്ടിയുള്ള ഇടവേളകളാകാം. ആരും ഇതു കണ്ടു കാണുകയില്ല, കണ്ടവരാരുമേ ഗൗരവത്തോടിന്നു കണ്ടു കാണില്ല.
കോട്ടയിൽ രാജധാനിക്കടുത്തുണ്ടിരു ഗോപുരം കാക്കുന്ന ഗേറ്റ്, അടിമുടി നിറമിട്ടു നിൽക്കുന്ന ഗേറ്റ്. ആ ഗോപുര മുകളിലൊരാല്, ഏറെ ചെറുതാമൊരാല്, അതിനുണ്ട് നൂലുപോലായിരം പേര്, നാളെ മുളക്കുവാനായിരം പേട്. അത് കുത്തിമാറ്റും ഈ ഗോപുരമൂട്, ആരുമിതോ കണ്ടു കാണുകയില്ല, കണ്ടവരാരുമേ ഗൗരവത്തോടിന്നു കണ്ടു കാണില്ല. ശ്രീപത്മനാഭൻ്റെ ഗോപുരമുകളിലെ 1000 കല്ലിൻ കരുത്തുകൾക്കുള്ളിലും പേരിറക്കുന്നുണ്ടൊരാല്, ഏറെ ചെറുതാമൊരാല്, അതിനുണ്ട് നൂലുപോലായിരം പേര്, നാളെ മുളക്കുവാനായിരം പേര്. അത് കുത്തിമാറ്റും ഈ ഗോപുരമൂട്. നാട്ടുവിശേഷത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.